നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാർ. 18 ദിവസമായിട്ടും ചർച്ചയില്ല. ആലപ്പുഴയിലും മലപ്പുറത്തും പ്രതിഷേധം. CITUവിന്റെ ബദൽ മാർച്ച് ആലപ്പുഴയിൽ. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി BJP നേതാക്കൾ. വെഞ്ഞാറമ്മൂട് കൂട്ടക്കുരുതിയിൽ പ്രതി അഫ്ഫാൻ അറസ്റ്റിൽ. ആദ്യ അറസ്റ്റ് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ. ചികിത്സയിലുള്ള അമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. വായ്പ നൽകിയവരും കേസിൽ സാക്ഷികളാകും. കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. ജയിലിൽ വിദേശ വനിതയെ ആക്രമിച്ചെന്ന് പരാതിയിൽ കേസെടുത്ത് കണ്ണൂർ പോലീസ്. സഹ തടവുകാരി ഷബ്ന രണ്ടാം പ്രതി. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പൊളിയുന്നു. CPM CPI ലയനം നടക്കില്ലെന്ന് തുറന്നു പറഞ്ഞ് AK ബാലൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴുമുണ്ട്. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നും ബാലൻ. മത്സ്യത്തൊഴിലാളികളെ മറന്ന് സംസ്ഥാന സർക്കാർ. വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയ 90 കോടിയോളം രൂപ വെട്ടിക്കുറച്ചു. 8 പദ്ധതികൾക്ക് വകയിരുത്തിയിരുന്ന തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചെന്നും നിയമസഭയിൽ ഫിഷറീസ് മന്ത്രിയുടെ കുറ്റസമ്മതം. ജനം ബ്രേക്കിംഗ്. അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടെടുത്ത് പോകുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത്. മലപ്പുറം ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയത്തിൽ കൂറുമാറിയ അംഗത്തിന്റെ ഭർത്താവിന് ഭീഷണി. അൻവറിനൊപ്പം നിന്നതിനാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. ഭീഷണിപ്പെടുത്തിയത് CPM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ച ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം ചൈന. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനത്തിൽ പിന്നോട്ടില്ലെന്നും US പ്രസിഡന്റ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ആവേശ പോരാട്ടം. കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 9 വിക്കറ്റ് നഷ്ടം. 153 റൺസ് എടുത്ത ഡാനിഷ് മലൈവാർ പുറത്ത്. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP നേതാക്കൾ സമരപന്തലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിവർ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കും. സമരവേദിയിൽ നിന്ന് തത്സമയം. ഈ പ്രദേശത്ത് ധാർമ്മികമായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇവിടെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുൻ മന്ത്രി ശ്രീ V മുരളീധരൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുധീർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സഹപ്രവർത്തകന്മാർ, അതിലുപരി ഞങ്ങൾ നിങ്ങളുടെ എത്രയോ പിറകിലാണ്. കാരണം നിങ്ങളാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന അമ്മമാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഒരു പാർട്ടിയുടെ കഴിഞ്ഞ 10-30 വർഷത്തെ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. എന്നാൽ ഈ വേദിയിൽ നിങ്ങൾ ഞങ്ങളെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഒന്നാമത്. അത് കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതൃനിരയിലുള്ളവരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഈ സമരപന്തലിൽ എത്തിയത്.
കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ അമ്മ അസുഖബാധിതയായിട്ട് ICU-നകത്തായിരുന്നു. ആ സമയത്ത് പോലും തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഓരോ ദിവസവും സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുലർത്താൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത്. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രത്യാശയാണ്. അപ്പൊ കേരളത്തിന്റെ പ്രത്യാശയായിട്ടുള്ള ഈ സ്ത്രീ സഹോദരിമാർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ്റുപാത്രത്തിൽ ഭക്ഷണത്തോടൊപ്പം 2-3 തരം കറികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതൊരു പക്ഷേ രാഷ്ട്രീയം നോക്കി വിധി എഴുതുന്ന കേരളത്തിന്റെ ഭരണകൂടത്തിനകത്തിരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയ്ക്കറിയില്ല. കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആളല്ല. ഒരു കൊടി പിടിച്ചിട്ടില്ല, 4 മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, 4 പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, സാധാരണക്കാരുടെ വിയർപ്പിന്റെ വിലയറിയില്ല. അങ്ങനെയുള്ള ഒരാൾ ചാനൽ മുറിക്കകത്തു നിന്ന്, ആ ശീതീകരിച്ച മുറിക്കകത്തു നിന്ന് മന്ത്രി കസേരയിലേക്ക് വന്നതാണ് ഇന്ന് കേരളത്തിന്റെ ആശാ വർക്കേഴ്സ് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് വിയോജനക്കുറിപ്പുണ്ട്. ശൈലജ ടീച്ചറോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. രാഷ്ട്രീയപരമായി, വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. എന്നാൽ ഒരു സമരം നടക്കുമ്പോ ഇപ്പോ ഗതികേട് കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണയ്ക്ക് സൗകര്യമില്ല എന്നുള്ള ഭാവത്തിലാണ്. വീണ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ സൗകര്യം ഉണ്ടാകണം. കാരണം ഇതാരുടെയും വീട്ടിൽ നിന്നെടുത്ത് അനുവദിച്ചു തരുന്ന നിങ്ങളുടെ തീത്തൂരത്തിന്റെ പണമല്ല. ഈ പണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ, കേന്ദ്രമന്ത്രി നഡ്ഡാജിയാണെങ്കിൽ 938 കോടി രൂപ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടി തന്നാൽ അതിൽ 100 കോടി വകമാറ്റിയിട്ട് നിങ്ങൾക്ക് സുഖിക്കാൻ കാർ വാങ്ങാൻ തീരുമാനമെടുത്ത ഓരോറ്റ കാറും കേരളത്തിന്റെ തെരുവീതിയിലൂടെ പുറത്തിറങ്ങില്ല എന്ന് തീരുമാനിക്കാനുള്ള ശേഷി അത് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കാരണം കണക്ക് ഞങ്ങൾ ചോദിക്കും. കേന്ദ്രം കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് 4 പേർക്ക് കാണണോ, 10 പേർക്ക് കാണണോ? നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു MLA പദവിയും വേണ്ട, ഒരു MP പദവിയും വേണ്ട, ഞാൻ മാത്രം വിചാരിച്ചാൽ മതി. കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് മുന്നിലിരുത്താൻ. കാരണം നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ അതിന് ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ 2 ആൾ തീരുമാനിച്ചാൽ മതി. അത്രയും സംശുദ്ധമായിട്ടാണ് അവിടെ പൈസയുടെ വിനിയോഗം നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആശാ വർക്കേഴ്സിന് കൊടുക്കണം. അത് കൊടുക്കാതെ വകമാറ്റി ചിലവഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരം ഒരുപക്ഷെ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു കൊള്ളാം. പക്ഷെ കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ്. ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി പറഞ്ഞു അമ്മമാരുടെ മടിശീലിയിൽ പണമുണ്ടാകണം, അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. മലപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നെന്നറിയുമോ? നായനാരാണ്. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി രാജ്യം മുഴുവൻ സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ആ പദ്ധതിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള പറയുകയും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരിട്ട പേരാണ് കുടുംബശ്രീ എന്നുള്ളത്. ആ കുടുംബശ്രീയിലൂടെ എത്രയോ അമ്മമാർ സംഘടിച്ചു, എത്രയോ അമ്മമാർക്ക് ബാങ്കുകളിലേക്ക് പോകാൻ സാധിച്ചു, എത്രയോ അമ്മമാർ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കൊണ്ടുവന്ന പദ്ധതിയെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ എന്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞങ്ങളുടെ സമരമാണ്. ഈ സമരഭൂമിയില് കൂടുതൽ രാഷ്ട്രീയക്കാർ കടന്നു വരികയും ആ രാഷ്ട്രീയക്കാർ കടന്നു വന്ന് ഞങ്ങളോട്, ഞങ്ങളുടെ അമ്മമാരോട്, സ്ത്രീകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ അതിന്
നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJP നേതാക്കൾ സമരവേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നു. തത്സമയം इतना विशाल समागम दुनिया के अंदर कभी नहीं हुआ, कहीं नहीं हुआ। 66 करोड़ 30 लाख श्रद्धालु किसी आयोजन का हिस्सा बने। कोई अपहरण की घटना नहीं, कोई लूट की घटना नहीं, कोई छेड़छाड़ की घटना नहीं, कोई दुष्कर्म की घटना नहीं, कोई भी ऐसी घटना नहीं जिस घटना के बारे में कोई ये कह सके। विरोधी को भी ढूंढे ढूंढे दूरबीन लगा करके भी और माइक्रोस्कोप लगा करके भी वे इस प्रकार की घटनाओं को उजागर नहीं कर पा रहे। दुष्प्रचार का कोई मौका विरोधियों ने चूका नहीं। जिनको ये आस्था का महासमागम अच्छा नहीं लग रहा था, उन्होंने कोई मौका नहीं छोड़ा। मौनी अमावस्या के दिन 8 करोड़ श्रद्धालु यहां पर था। हमारी प्राथमिकता थी कि श्रद्धालु जनों को सुरक्षित स्नान करा करके उनके गंतव्य की ओर प्रस्थान करवाया जाए। क्या संगम पे, क्या ऐरावत घाट पर, क्या गंगा जी के किसी भी घाट पर, क्या रेलवे स्टेशन पर, क्या बस स्टेशन पर, क्या अगल बगल के जनपदों में इतना बड़ा समागम प्रयागराज आने की ने तत्पर दिखाई दे रहा था। लेकिन विरोधी और विपक्षी लगातार दुष्प्रचार कर रहे थे, बदनाम कर रहे थे, अपमानित करने की भाषा का उपयोग कर रहे थे। कोई काहिरा की घटना का दृश्य दिखा करके प्रयागराज को बदनाम करता था। प्रयागराज में मौनी अमावस्या के दिन 28 और 29 की रात्रि को दुखद घटना घटी थी। उन सभी परिवारजनों के प्रति हमारी संवेदना है, लेकिन बहनों और भाइयों, उसकी आड़ में काहिरा की घटना को, काठमांडू की घटना को, किसी अन्य जगह की घटना को प्रयागराज से जोड़ करके बदनाम करने की साजिशें हो रही थी। मुझे लगता है कि जनता जनार्दन ने एक सिरे से उन्हें खारिज करके प्रयागराज महाकुंभ में आकर के साबित किया कि नहीं, तुम्हारे दुष्प्रचार में अब नहीं आएंगे। सनातन का ध्वजा अब कभी झुकने वाली नहीं है। और जो भी प्रयागराज आया उसने 2 बातों की चर्चा जरूर की, जिसका उल्लेख आदरणीय प्रधानमंत्री जी ने अभी हाल ही में मध्य प्रदेश में अपने उद्बोधन में कहा। उन्होंने कहा था जो भी प्रयागराज आया उसने स्वच्छता की और स्वच्छता कर्मियों की सराहना की, और जो भी प्रयागराज आया वह प्रयागराज में पुलिस के व्यवहार की तारीफ की है, उसकी सराहना की है। ऐसे लगता था जैसे सबका अपना आयोजन हो, जैसे घर का किसी आयोजन में होता है ना, पूरा परिवार मिलकर के उस आयोजन को सफलता की ऊंचाई तक पहुंचाता है। ऐसे ही उत्तर प्रदेश सरकार के इन सभी विभागों में, क्या स्वच्छता कर्मी हो, क्या स्वास्थ्य कर्मी हो, क्या सिंचाई विभाग के कर्मी हो, क्या जलापूर्ति के कर्मी हो, क्या सुरक्षा कर्मी हो, क्या परिवहन विभाग के कर्मी हो, इन सभी ने इसे अपना घर का आयोजन बना करके इसको भव्यता देने का काम किया, सफलता की नई ऊंचाई तक पहुंचाने का काम किया। तब इतनी बड़ी संख्या में श्रद्धालु इस आयोजन का हिस्सा बन पाया है। और इसीलिए प्रयागराज वासियों ने भी इसको अपना आयोजन मान करके जगह जगह लंगर लगाए, अभिवादन किया, अपनी स्वयं की परेशानी को भूल करके इस आयोजन का हिस्सा बने, जनप्रतिनिधिगण इस आयोजन का हिस्सा बने और आस्था आर्थिकी का एक नया संदेश महाकुंभ प्रयागराज में दे दिया कि नहीं,
आस्था है, जिसके बारे में भगवान वेदव्यास ने 5000 साल पहले कहा था। उन्होंने कहा था उस समय भगवान वेदव्यास 5000 साल पहले एक ऐसे महर्षि हुए थे, त्रिकालदर्शी ऋषि हुए थे, जिन्होंने भारत के वैदिक ज्ञान की परंपरा को लिपिबद्ध करके आने वाली पीढ़ी को दिया था, एक संहिताबद्ध करने का काम किया था। भारत के अंदर वेदों को संहिताबद्ध करने का कार्य रहा हो, पुराणों और पुराणों को लिखने की शैली वर्तमान पीढ़ी को देने के लिए इसकी शुरुआत भगवान वेदव्यास ने की। उन्होंने एक बात कही थी, 5000 साल पहले उन्होंने कही थी कि मैं बाहें उठा करके चिल्ला चिल्ला के कह रहा हूं कि धर्म के मार्ग पर चलो, धर्म से ही अर्थ और कामनाओं की पूर्ति हो सकती है। और प्रयागराज महाकुंभ ने भगवान वेदव्यास की इस वाणी को सत्य साबित किया। लाखों रोजगार मिले हैं। മഹാകുംഭമേളയ്ക്ക് പരിസമാപ്തി. നന്ദി അറിയിച്ചുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസാരിക്കുകയായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം അറസ്റ്റ്. പാങ്ങോട് SHO മെഡിക്കൽ കോളേജിൽ എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്ചാർജ് തീരുമാനിക്കും. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കൂടുതൽ വിവരങ്ങൾ. രശ്മിയിലേക്ക് എത്താം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ അറസ്റ്റ്. രശ്മി ചേരുന്നു. രശ്മി, വിശദാംശങ്ങൾ. പാങ്ങോട് SHO മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്ചാർജ് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രശ്മിയിലേക്ക്. രശ്മി, പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മുമ്മയെ കൊന്ന കേസിലാണ് നിലവിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതും അറസ്റ്റ് നടന്നിരിക്കുന്നതും. എന്തായാലും ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ തുടർന്നായിരിക്കും തീരുമാനിക്കുക എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ. ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ മൊഴിയെടുപ്പ് തുടരുകയാണ്. SI ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പാങ്ങോട് പോലീസ് അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തി മൊഴി ഉൾപ്പെടെ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപ്പയുടെ ഉമ്മയെ കൊന്ന കേസിലാണ് ഇപ്പോൾ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനായിട്ടാണ് പാങ്ങോട് പോലീസ് അവിടേക്ക് എത്തിയത്. ഏതായാലും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു റിപ്പോർട്ട്, അതായത് നിലവിലെ ആരോഗ്യസ്ഥിതി അടക്കം സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് പോലീസിന് ഉടൻ തന്നെ ഡോക്ടർമാർ എങ്കിൽ പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സംശയമൊക്കെ പലരും, നമ്മൾ കേട്ട പലരും പ്രതിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഈ മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നിലവിൽ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ മൊഴിയെടുപ്പ് തുടരുകയാണ്. അതിനുശേഷമായിരിക്കും ഈ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കുക. അത് റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള സെല്ലിലേക്കായിരിക്കും ഇത്തരത്തിൽ പ്രതിയെ മാറ്റുക, അല്ലെങ്കിൽ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടികൾ, പിന്നീട് കസ്റ്റഡി അപേക്ഷയൊക്കെ പോലീസ് നൽകും. ഏതായാലും മറ്റ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെഞ്ഞാറമൂട് പോലീസിലാണ്. മറ്റേ ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസാണ് പാങ്ങോട് സ്റ്റേഷൻ തലത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ഉമ്മ ഷമീന ഇപ്പോൾ വെഞ്ഞാറമൂടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അറിയിച്ചിരുന്നൊരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ അവർ ഇന്ന് വരില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നം ഇപ്പോൾ നിലവിൽ പ്രതിയുടെ ഉമ്മ ഷമീന പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏതായാലും മൊഴിയെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ പ്രതിയുടെ ഉമ്മയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഈ കേസിന്റെ ഒരു ദുരൂഹത സംബന്ധിച്ച് കൃത്യമായി എന്താണ് ഈ കാരണം എന്നുള്ളതിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുക. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത്ര ലക്ഷം രൂപയുടെ കടം ഉള്ള കാര്യവും പലരിൽ നിന്ന് പണം കടം വാങ്ങിയതും നേരത്തെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതി ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്തിമമായി സ്വീകരിക്കുന്നത് ഈ പ്രതിയുടെ അമ്മയുടെ മൊഴി എടുത്താൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്താണ് കാരണം
നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ച ദിവസം എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്, അതിനു മുൻപ് എന്തെങ്കിലും സമാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിയുടെ ഉമ്മയോട് ചോദിച്ചറിയും. ഏതായാലും നിലവിൽ അവർക്ക് ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് മൊഴിയെടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മറുവശത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രോഹിത്. ശരി രശ്മി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ അറസ്റ്റ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. ഭാസ്കരക്കാരനവർ വധക്കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് കേസ്. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യുന്നതിനുള്ള മന്ത്രിസഭയുടെ ശുപാർശ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ഈ മാസം 24-ന് ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്നാണ് നൈജീരിയൻ പൗരയായ കെയ്ൻ സിംബോ ജൂലിയെ ആക്രമിച്ചത്. കുടിവെള്ളമെടുക്കാനായി പോയ വിദേശ വനിതയെ ഇവർ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഈ തീരുമാനം ഗവർണറുടെ പരിഗണനയ്ക്കിരിക്കെയാണ് ഷെറിൻ വീണ്ടും കേസിൽപ്പെട്ടത്. ഇതോടെ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള സാധ്യത മങ്ങി. ജയിലിൽ കഴിയുന്ന ഷെറിന് ഉന്നതന്മാരുമായി ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ജയിലിൽ VIP പരിഗണന അവർക്ക് ലഭിച്ചതെന്നായിരുന്നു വിമർശനം. മാത്രമല്ല 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെയുള്ള അർഹരായ തടവുകാരെ പിന്തള്ളി ഷെറിന് അനുകൂലമായി ഫയൽ വേഗത്തിലാണ് നീങ്ങിയത്. അതിനിടെ ജയിലിൽ ഷെറിന് വഴിവിട്ട പരിഗണനകൾ ലഭിച്ചിരുന്നതായും ഉന്നതരുടെ സഹായങ്ങൾ ലഭിച്ചിരുന്നതായും സഹതടവുകാർ അടക്കം വെളിപ്പെടുത്തിയിരുന്നു. ജനം, കണ്ണൂർ. CPM CPI ലയനം നടക്കില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം CPM-നും CPI-യിലും ഇപ്പോഴുമുണ്ട്. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കും. അഭിപ്രായ സമന്വയം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളിൽ സമന്വയം ഉണ്ടാക്കുന്നുണ്ടെന്നും AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമന്വയം ഉണ്ടാക്കാൻ പറ്റാവുന്ന മേഖലകളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പഴയ രൂപത്തിലുള്ള വൈരുദ്ധ്യം CPI-യും CPM-ഉം തമ്മിലില്ല. അതിൻ്റെ അർത്ഥം 1964 സ്പ്ലിറ്റായതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാരണങ്ങളും ഇല്ലാതായി എന്നുള്ളതല്ല. വ്യക്തത വരുത്തി യോജിപ്പിൻ്റെ ഘട്ടങ്ങളിൽ യോജിപ്പ് വരുത്തുക. ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ CPI CPIM മെർജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അന്നേരം ആലോചിക്കുക. ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. PC ജോർജിന്റെ ജാമ്യാപേക്ഷ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും പരിഗണിക്കും. കേസിൽ പരാതിക്കാരന്റെ വാദം കോടതി കേട്ടു. ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിലായ PC ജോർജ് ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ തീവ്രവിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ആശാവർക്കർമാരുടെ സമരവേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്. സംഘർഷ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. തത്സമയത്തിലേക്ക്. നിങ്ങളൊരൽപ്പം മാറിയില്ലേ?
ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ആശാ വർക്കർമാർ ഇതിനെ അപലപിക്കുകയുണ്ടായി. കാരണം ഇതുവരെ ആശാ വർക്കർമാർക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല. സംഘർഷ സാഹചര്യമൊന്നും തന്നെ അവരുടെ സമരത്തിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സംഘർഷത്തിൽ തങ്ങൾ പങ്കാളികളല്ല എന്നുള്ളത് ആശാ വർക്കർമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരസ്യങ്ങൾക്കായി കോടികൾ ചിലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണന. നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ വെട്ടിക്കുറച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട 90 കോടിയോളം രൂപയാണ്. കടുംവെട്ട് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട 33 പദ്ധതികളിൽ മേലാണ്. 8 പദ്ധതികൾക്ക് വകയിരുത്തിയിരുന്ന തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചെന്നും നിയമസഭയിൽ ഫിഷറീസ് മന്ത്രിയുടെ കുറ്റസമ്മതം. നിയമസഭാ രേഖകൾ ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ഫിഷറീസ് വകുപ്പിന് വകയിരുത്തിയ ബജറ്റ് വിഹിതം 331.29 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പദ്ധതി അടങ്കൽ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം വന്നു. ഒറ്റയടിക്ക് ധനമന്ത്രി വെട്ടിനിരത്തിയത് 89.54 കോടി രൂപ. ആകെയുള്ള ബജറ്റ് വിഹിതത്തിന്റെ 27% നഷ്ടമായപ്പോൾ ബാക്കി വന്നത് 241.75 കോടി രൂപ. പരമ്പരാഗത യന്ത്രവൽകൃത മത്സ്യയാനങ്ങളുടെ ആധുനികവൽക്കരണം, മണ്ണെണ്ണ എഞ്ചിൻ ബോട്ടുകളെ പെട്രോൾ എഞ്ചിൻ ബോട്ടുകളാക്കി മാറ്റുന്നതിനുള്ള സബ്സിഡി തുടങ്ങിയ 8 പദ്ധതികൾക്ക് വകയിരുത്തിയ തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചു. മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവശേഷി വർധനവിനുമായി 2 പദ്ധതികളായി 60 കോടി ബജറ്റിൽ വകയിരുത്തിയത് 18.7 കോടിയായി വെട്ടിച്ചുരുക്കി. മത്സ്യബന്ധനോപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസിനായി വകയിരുത്തിയ 2 കോടി രൂപ 75 ലക്ഷമാക്കി വെട്ടിക്കുറച്ചു. മത്സ്യകൃഷി പരിശീലന കേന്ദ്രങ്ങൾക്കും മത്സ്യഭവനങ്ങൾക്കുമായി വകയിരുത്തിയ 2.5 കോടി രൂപ 48 ലക്ഷമായും കുറച്ചു. മുഖ്യമന്ത്രിയുടെ TV ഷോയ്ക്കായി ബജറ്റ് വിഹിതം കൂട്ടാനും PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും ഒന്നും മടിയില്ലാത്ത സർക്കാരാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പദ്ധതികളിൽ കടുംവെട്ട് വെട്ടിയത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിൽ ഭീഷണിയുമായി CPM ഏരിയ സെക്രട്ടറി. കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബിന്റെ ഭർത്താവിനെയാണ് CPM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. അൻവറിനൊപ്പം നിന്നതിനാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്നും കരുതിയിരിക്കാനും ഭീഷണിയിൽ പറയുന്നു. LDF ഭരണത്തിലുണ്ടായിരുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയായിരുന്നു UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന നുസൈബ കൂറുമാറിയതോടെ ഒരു സീറ്റ് അധികം ലഭിച്ച UDFന് ഭരണം ലഭിച്ചു. ഈ കൂറുമാറ്റ സംഭവത്തിലായിരുന്നു നുസൈബയുടെ ഭർത്താവ് സുധീറിനെ CPM എടക്കര ഏരിയ സെക്രട്ടറി രവീന്ദ്രനാഥിന്റെ ഭീഷണി ഫോൺ സംഭാഷണം. ഇത് പിന്നെ അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഞാൻ ഇതുവരെ അത് തന്നെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല. ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചത്. യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നാലല്ലേ അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം. എന്താ അൻവർ എന്നത് ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. 20 സീറ്റുള്ള ചുങ്കത്തറ പഞ്ചായത്തിൽ 10 സീറ്റ് വീതമായിരുന്നു ഇരു മുന്നണികൾക്കും. നറുക്കെടുപ്പിലൂടെ ഭരണം LDFനും. ഇതാണ് PV അൻവറിന്റെ ഇടപെടലിലൂടെ അട്ടിമറിച്ചത്. ഇരുകൂട്ടരും തമ്മിൽ ഭീഷണി മുഴക്കുകയാണ് ഇപ്പോഴും ഇവിടെ. ആക്രമിക്കാൻ പറഞ്ഞയച്ചവരുടെ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്ന് PV അൻവറും കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. ജനം, മലപ്പുറം. കണ്ണൂരിലെ മലയോര മേഖലയിൽ CPMൽ അഴിമതി വിവാദം. വിദേശത്ത് ജോലിക്കായി ഏജൻസിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടവർക്ക് പണം തിരികെ വാങ്ങി നൽകിയതിന് ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയതായാണ് ആരോപണം.
പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും വിഷയം ചർച്ചയായതോടെ 3-അംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM പെരിങ്ങോം ഏരിയ കമ്മിറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കണ്ണൂരിൽ മലയോര മേഖലയിലെ CPMൽ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവുമായ KD അഗസ്റ്റിനെതിരെയാണ് പരാതി. പുളിങ്ങോം സ്വദേശിയായ യുവാവ് വിദേശ ജോലിക്കായി ഒരു ഏജൻസിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടപ്പോൾ അത് തിരികെ വാങ്ങി നൽകാൻ ഇടപെട്ട ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയെന്നാണ് ആരോപണം. KD അഗസ്റ്റിൻ 50,000 രൂപ കമ്മീഷൻ വാങ്ങിയതായി പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും പരാതി ഉയർന്നതോടെ CPM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയായിരുന്നു. 2 ഏരിയ കമ്മിറ്റി അംഗവും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ഉൾപ്പെട്ട 3-അംഗ കമ്മീഷനെയാണ് നിയമിച്ചിരിക്കുന്നത്. അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്തു. മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, രാജഗിരി ബ്രാഞ്ച് അംഗം എന്നിവരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തത്. ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ ശരിയായ രീതിയിൽ അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പുളിങ്ങോം ലോക്കലിലെ അംഗങ്ങൾ ഉയർത്തുന്നത്. ജനം, കോഴിക്കോട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വഴിവിട്ട നിയമനങ്ങളും ഫണ്ട് തിരിമറിയും നടക്കുന്നതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. മെഡിക്കൽ കോളേജ് SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന സ്ഥാപനമായി മാറി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ അനധികൃത നിയമനങ്ങൾ നടന്നുവെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിലാണ് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുൻമന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ സർക്കാരും ഇപ്പോൾ കൂട്ടുനിൽക്കുന്നുവെന്ന് കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിൻവാതിൽ നിയമനത്തിൻ്റെയും അഴിമതിയുടെയും കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. SC/ST ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് തടയിടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ടുകാരനായിട്ടുള്ള മുൻ SC/ST വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിൽക്കുന്നത്. ഇതിൽ UDFനും പങ്കുണ്ട്. പാലക്കാട് MLA അദ്ദേഹം മുൻ MLA ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായി കൊണ്ടുവന്നതാണ്. വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഷാഫി പറമ്പിലാണ്. പാലക്കാട് ചിറ്റൂർ റേഞ്ചിൽ കള്ളിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിലെ ഷോപ്പിന്റെ ലൈസൻസ് CPM നേതാവ് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജന്റെ പേരിലാണ് 2 ഷോപ്പിന്റെയും ലൈസൻസ്. നിലവിലെ CPM ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥനാണ് ഷോപ്പിന്റെ നടത്തിപ്പുകാരൻ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എക്സൈസ് ചിറ്റൂർ റേഞ്ചിലെ കുറ്റിപ്പള്ളം വണ്ണാമട ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കള്ള് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഈ പരിശോധനാ ഫലം വന്നപ്പോഴാണ് കള്ളിൽ ചുമക്കുള്ള മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ചുമമരുന്നിൽ ഉൾപ്പെടുത്തുന്ന ബെനഡ്രിൽ എന്ന രാസപദാർത്ഥമാണ് കള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജനാണ് ഈ 2 ഷാപ്പുകളുടെയും ലൈസൻസി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല CPM കുമാരന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥനാണ് ഈ ഷാപ്പുകളുടെ നടത്തിപ്പുകാരനെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ വേണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഏതായാലും ലൈസൻസിക്കും 2 വിതരണക്കാർക്കുമെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഷാപ്പുകൾ ഇതുവരെ അടച്ചുപൂട്ടുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് CPMന്റെ കൂടെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇതുവരെയും ഇത്തരത്തിൽ ഈ ചുമമരുന്നിന്റെ സാന്നിധ്യം ഉൾപ്പെടെ കള്ളിൽ കണ്ടെത്തിയിട്ടും ഷാപ്പുകൾ അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് കടക്കാത്തത് CPM ഒത്താശയുള്ളതാണ് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. JPC മുന്നോട്ട് വച്ച ഭേദഗതികൾ അംഗീകരിച്ചുള്ള ബില്ലിനാണ് അംഗീകാരം. ബില്ല് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ അവതരിപ്പിക്കും. ഡൽഹി സൗത്ത് ഏഷ്യൻ കോളേജിൽ SFI അതിക്രമം. ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികൾക്കു നേരെയാണ് അതിക്രമം. വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികളെ മാംസാഹാരം കഴിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഡൽഹി സൗത്ത് ഏഷ്യൻ സർവകലാശാലയിലാണ് ശിവരാത്രി ദിനത്തിൽ SFIയുടെ അതിക്രമം. ക്യാമ്പസിലെ 2 ക്യാൻറ്റീനുകളിൽ ഒന്നിൽ ശിവരാത്രിയായതിനാൽ സസ്യാഹാരം മാത്രമാക്കിയിരുന്നു. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണം നൽകുക എന്നതാണ് കോളേജ് അധികൃതർ ഉദ്ദേശിച്ചത്.
എന്നാൽ ക്യാൻറ്റീനിൽ എന്തുകൊണ്ട് മാംസാഹാരം നൽകിയില്ല എന്ന് ആക്രോശിച്ചായിരുന്നു SFIയുടെ അതിക്രമം. വ്രതം അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന മാംസാഹാരം വിളമ്പിയാണ് SFI പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരു ക്യാൻറ്റീനിൽ മാംസാഹാരം ഉണ്ടായിട്ടും മറ്റേ ക്യാൻറ്റീനിലെത്തി പ്രശ്നം സൃഷ്ടിച്ചത് ബോധപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടി കുട്ടികൾ പരാതി നൽകി. വിദ്യാർത്ഥികൾക്കിടയിൽ മതസൗഹാർദ്ദം തകർക്കാനാണ് SFI ശ്രമിക്കുന്നതെന്ന് ABVP ആരോപിച്ചു. ജനം, ഡൽഹി. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ അമേരിക്കയിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം ചൈനയിലാണെന്ന് തുറന്നടിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ഉം ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതാണ് ട്രംപിന്റെ വാക്കുകൾ. അതേസമയം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കാനഡയിലും മെക്സിക്കോയിലും എത്തുന്ന മയക്കുമരുന്നുകളിൽ ബഹുഭൂരിപക്ഷവും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ചൈനയിലാണ്. ഇത്തരം മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് അതിർത്തി വഴി കടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. മയക്കുമരുന്ന് കടത്തിന് കൂട്ടുനിൽക്കുന്ന മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ ഏപ്രിൽ 2 മുതൽ 25% അധിക താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു. The damage has been done. We've lost millions of people due to fentanyl. It comes mostly from China, but it comes through Mexico and it comes through Canada. And I have to tell you that, on April 2nd, I was going to do it on April 1st, but I'm a little bit superstitious, so I made it April 2nd. The tariffs go on, not all of them, but a lot of them. And I think you're going to see something that's going to be amazing. We've been taken advantage of as a country for a long period of time. We've been tariffed. ഇരു രാജ്യങ്ങൾക്കുമെതിരെ അധിക താരിഫ് ചുമത്തുന്നത് ഒരു മാസത്തേക്ക് നേരത്തെ ട്രംപ് നീട്ടിവെച്ചിരുന്നു. തുടർ ചർച്ചകൾ ആകാമെന്ന നിലപാടിന്റെ ഭാഗമായായിരുന്നു തീരുമാനം. എന്നാൽ കാനഡ അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാക്കുകയായിരുന്നു. ഇതിനു പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി ചുമത്താനുള്ള ഉറച്ച തീരുമാനവും നടപ്പാക്കുമെന്ന് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കമ്പനികൾ ഉപയോഗിക്കുന്ന ചൈനീസ് കപ്പലുകൾക്ക് അധിക നികുതി ചുമത്താനും ട്രംപ് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിൽ കൊടും കുറ്റവാളി നിസാം മെഹർ പിടിയിൽ. ഗുണ്ടാ നേതാവിനെ പിടികൂടിയത് ഏറ്റുമുട്ടലിലൂടെ. ഉത്തർപ്രദേശ് പോലീസ് തലയ്ക്ക് 50,000 വിലയിട്ട കുറ്റവാളിയാണ് നിസാം. അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വൻ പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ ഗോൾഡ് കാർഡ് പദ്ധതി പ്രകാരം US കമ്പനികൾക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളായ ബിരുദധാരികളെ റിക്രൂട്ട് ചെയ്യാം. നിലവിലെ സംവിധാനത്തിലെ പോരായ്മ പരിഹരിക്കുന്നതാണ് നടപടിയെന്ന് ട്രംപ് വിശദീകരിക്കുന്നു. ബിരുദധാരികളായ ഇന്ത്യൻ പ്രതിഭകൾ US വിടുന്ന സാഹചര്യം ഇനി ഒഴിവാകുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. പ്രതിഭാധനരായ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും ബിരുദം നേടുന്നത്. ഇത്തരത്തിൽ ബിരുദം നേടുന്നവർ രാജ്യം വിടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ പ്രഖ്യാപിച്ച ഗോൾഡ് കാർഡ് വഴി ബിരുദം നേടിയ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കമ്പനികൾക്ക് നേരിട്ട് നിയമിക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ നേട്ടം ലഭ്യമാകുമെന്നും ട്രംപ് പറഞ്ഞു. I get calls from, as an example, companies where they want to hire the number one student at a school. A person comes from India, China, Japan, lots of different places, and they go to Harvard, the Wharton School of Finance, they go to Yale, they go to all great schools, and they graduate number one in their class, and they're made job offers, but the offer is immediately rescinded because you have no idea whether or not that person can stay in the country. I want to be able to have that person stay in the country. These companies can go and buy a gold card and they can use it as a matter of recruitment. $50 ലക്ഷം ഗോൾഡ് കാർഡിനെ ചെലവഴിക്കേണ്ടതുണ്ട്. എന്നാൽ ഭീകരപ്രവർത്തനങ്ങളിൽ മനം മടുത്ത് രാജ്യം വിട്ട നിക്ഷേപകർ ഗോൾഡ് കാർഡിന്റെ ചെലവ് നഷ്ടമായി കണക്കാക്കുന്നില്ല. ഭീകരതയെ പ്രതിരോധിക്കാൻ രാജ്യത്തിന് സാമ്പത്തിക ശേഷി അനിവാര്യമെന്ന ബോധ്യം നിക്ഷേപകർക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. At the same time, the company is using that money to pay down debt. We're going to pay down a lot of debt with that. And I think the gold card is going to be used by not only for that. I mean, it'll be used by companies. I mean, I could see Apple. I've spoken with Tim Cook, and by the way, he's going to make a $500 billion investment in the country only because of the results of the election.
And I think because of tariffs. He's going to want to be in the country because of tariffs. Because if you're in the country, there is no tariff. If you're out of the country, you got to pay tariffs. And ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാങ്കേതിക ശേഷി കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ വലിയ അവസരമാണ് ലഭിച്ചിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചന്താമരയുടെ ജാമ്യ ഹർജി തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ചന്താമരയ്ക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ചായിരുന്നു പ്രോസിക്യൂഷൻ ജാമ്യം എതിർത്തത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത. ഫാത്തിമ മൗസ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേദിവസം രാത്രിയിൽ മൗസ കാറിൽ കയറി പോകുന്നത് കണ്ടെന്നും സുഹൃത്ത് ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ തൃശൂർ സ്വദേശി മൗസ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ മൗസ നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യില്ലെന്നും പിന്നിൽ മറ്റാരോ ഉണ്ടെന്നുമാണ് മൗസയുടെ സുഹൃത്തുക്കളുടെ മൊഴി. മരിച്ച ദിവസം മുതൽ മൗസയുടെ മൊബൈൽ ഫോൺ കാണാനില്ലെന്നതും കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഫോൺ മൗസ മരിച്ച ദിവസം മുതൽ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കടലാസിൽ എഴുതി വെച്ച 3 നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത്. കോവൂർ സ്വദേശിയുമായി മൗസയ്ക്ക് അടുപ്പമുണ്ടായിരുന്നതായും ഇയാളാണ് മൗസയുടെ മരണത്തിന് കാരണമെന്നുമാണ് കുടുംബമടക്കം ഉന്നയിക്കുന്ന ആരോപണം. ജൂൺ 3-ാം തീയതിയാണ് ഈ കുട്ടി ജോലിക്ക് വരുന്നത്. നവംബർ 8-ാം തീയതിയാണ് കടയിൽ നിന്ന് എക്സാമിന്റെ ഗ്യാപ്പിൽ ഇവര് കടയിൽ നിന്ന് ഇറങ്ങിയതാ. ആണല്ലേ? അവിടെ നിൽക്കുന്ന സമയത്ത് കുട്ടി എങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ? ഭയങ്കര ഹാപ്പി. അങ്ങനെ ഒരിക്കലും നമുക്ക് സൂയിസൈഡ് ചെയ്ത് സത്യം പറയാൻ എനിക്കിപ്പോഴും ഞെട്ടല്ല. ആ കുട്ടി മരിച്ചു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി കാർ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? കാർ കയറി പോകുന്നതല്ല, കാറിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 11 മണി സമയം. 11 മണി രാത്രി. രാത്രി. ഈ കാറും പ്രതിയായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല. ആ നിസ്സാര കാര്യങ്ങൾക്കൊന്നും അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആളല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബോഡി അങ്ങോട്ട് വെച്ച് അപ്പൊ ചെക്കന്മാരോട് ചോദിച്ചു എന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പൊ ഈ കുറിപ്പിന്റെ കാര്യം അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടികൾ കുറിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മൗസ ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസം രാത്രി 11 മണിക്ക് കാറിൽ പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെയെങ്കിൽ അതാരായിരുന്നു? എപ്പോഴും ചിരിച്ചു മാത്രം കണ്ട ബോൾഡായ മൗസയുടെ ആത്മഹത്യക്ക് പിന്നിൽ തക്കതായ കാരണമുണ്ടാകുമെന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ആരാണ് മൗസയെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്? അതാണ് ഇനി കണ്ടെത്തേണ്ടത്. അന്വേഷണം വെറുമൊരു ആത്മഹത്യ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. അതാണ് സുഹൃത്തുക്കളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. MG സർവകലാശാല കലോത്സവ പ്രചാരണത്തിന് ഹമാസ് അനുകൂല പോസ്റ്ററുമായി സംഘാടക സമിതി. തൊടുപുഴ അൽ അസർ കോളേജിൽ നടക്കുന്ന കലോത്സവത്തിനു വേണ്ടിയാണ് ഹമാസ് അനുകൂല പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. സർവകലാശാല കലോത്സവങ്ങൾ ഹമാസ് അനുകൂല അജണ്ട ഒളിച്ചുകടത്തുന്ന വേദികളാക്കി SFI മാറ്റിയെന്നും വിവാദ പോസ്റ്റർ പിൻവലിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. മാർച്ച് 17 മുതൽ 23 വരെ തൊടുപുഴ അൽ ഹസർ കോളേജിൽ വെച്ചാണ് MG സർവകലാശാല കലോത്സവം നടക്കാനിരിക്കുന്നത്. ഇതിന്റെ പ്രചാരണത്തിനായാണ് സംഘാടക സമിതി ഹമാസ് അനുകൂല പോസ്റ്റർ പുറത്തിറക്കിയത്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ കേരള സർവകലാശാല കലോത്സവത്തിന് ഇംതിഹാദ് എന്ന പേര് നൽകിയത് വലിയ വിവാദമായിരുന്നു. ശക്തമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പിന്നീട് ഇത് പിൻവലിക്കേണ്ടിയും വന്നു. ഇതിനു പിന്നാലെയാണ് MG യൂണിവേഴ്സിറ്റിയിലും സമാനമായ നടപടിയുമായി SFI നേതൃത്വം നൽകുന്ന സംഘാടക സമിതി എത്തിയത്. സർവകലാശാല കലോത്സവങ്ങൾ ഹമാസ് അനുകൂല അജണ്ട ഒളിച്ചുകടത്തുന്ന വേദികളാക്കി SFI മാറ്റിയെന്നും വിവാദ പോസ്റ്റർ പിൻവലിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഒരു പോസ്റ്റർ വരികയുണ്ടായി. നമുക്കറിയാം, പോസ്റ്റർ കാണുന്ന സമയത്ത് ഹമാസ് അനുകൂല പലസ്തീൻ അനുകൂല ആശയം ഉൾക്കൊണ്ട ഒരു പോസ്റ്ററാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്കറിയാം, നിലവിൽ ഇന്ന് സർവകലാശാലകളെ ഹമാസ് അനുകൂല ജിഹാദി തീവ്രവാദം ഒളിച്ചു കടത്താനുള്ള വേദികളാക്കി SFI മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ABVPക്ക് പറയാനുള്ളത്. ഇതേ MG യൂണിവേഴ്സിറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അതിന്റെ പോസ്റ്ററിൽ ദേശവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു SFI അന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. ഭാരതത്തിന്റെ ഭൂപടം നെടുകെ പിളർന്ന് വെട്ടിക്കീറിയ നിലയിലാണ് ആ പോസ്റ്ററിൽ SFI അവതരിപ്പിച്ചത്.
അതിനെതിരെ ABVP ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയും അത് പിൻവലിക്കേണ്ടി വരികയും ഉണ്ടായിട്ടുണ്ട്. ഇതേ MG യൂണിവേഴ്സിറ്റി യൂണിയൻ നവംബറിൽ നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ പോസ്റ്ററിലും വിഘടനവാദം ഉൾപ്പെടെയുള്ള ജിഹാദി ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഭാരതത്തിന്റെ ഭൂപടം വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ അവതരിപ്പിച്ച പോസ്റ്റർ ABVPയുടെ പരാതിയെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ഇതേ സർവകലാശാല യൂണിയൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രകാശിപ്പിച്ചത്. ഇത് SFIയുടെ ദേശവിരുദ്ധതയും ജിഹാദി അനുഭാവവും തുറന്നുകാട്ടുന്നതാണെന്ന് ABVP വിമർശിച്ചു. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കലാലയങ്ങളിൽ റാഗിംഗ്, ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടയിടത്താണ് SFI ഹമാസ് അനുകൂല പോസ്റ്ററുമായി എത്തിയത്. ജനം, കോട്ടയം. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ എന്തിനവിടേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനകളെ ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലും ഗുരുവായൂർ ദേവസ്വത്തോട് ഹൈക്കോടതി കാരണം തേടി. എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകളുടെ ഭക്ഷണകാര്യങ്ങളും മറ്റും എങ്ങനെ ഉറപ്പാക്കുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയെ അറിയിക്കണം. പടക്കം പൊട്ടിച്ചപ്പോഴാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞതെന്ന് ഗുരുവായൂർ ദേവസ്വം കോടതിയെ അറിയിച്ചിരുന്നു. പാതയോരങ്ങളിൽ പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക്. നിയമപരമായ അനുമതിയില്ലാതെ പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. നിലവിലുള്ള കൊടിമരങ്ങൾ നീക്കുന്നതിൽ 6 മാസത്തിനകം നയം രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതി ഉത്തരവ് പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി 2 ആഴ്ചയ്ക്കകം തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറി സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഉത്തരവ് നടപ്പാക്കിയതിന്റെ റിപ്പോർട്ട് 1 മാസത്തിനകം സർക്കാർ ഹൈക്കോടതിയിൽ നൽകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. പന്തളം മന്നം ഷുഗർ മില്ലിന് സമീപം അനധികൃത കൊടി നാട്ടിയതുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. പിതൃസ്മരണയിൽ ആലുവ മണപ്പുറത്ത് ശിവരാത്രി ബലിതർപ്പണം നടത്തി ഭക്തർ. അർദ്ധരാത്രി മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി വിളക്കിന് ശേഷം ഔദ്യോഗികമായി ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശിവപഞ്ചാക്ഷരി മന്ത്രമുഖരിത അന്തരീക്ഷത്തിൽ 10,000 തർപ്പണം നടത്തി. ശിവരാത്രിയിൽ മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ പിതൃമോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ 10,000 ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് മുതൽ ആലുവ മണപ്പുറത്തും മഹാദേവ ക്ഷേത്രത്തിലും എത്തിയത്. പൂജാദ്രവ്യങ്ങൾ നിറച്ച നിറക്കിലയിൽ ബലിപിണ്ഡം സമർപ്പിച്ച് പെരിയാറിൽ മുങ്ങി നിവർന്ന് പിതൃസമർപ്പണ പുണ്യം നേടിയാണ് ഭക്തർ മടങ്ങിയത്. പിതൃപരമ്പരകളെ സങ്കല്പിച്ച് ആവാഹിച്ചവർക്ക് അന്നവും എള്ളും വെള്ളവും ചേർത്ത് മന്ത്രസഹിതം സമർപ്പിച്ചാൽ തർപ്പണ പുണ്യമായെന്ന് വിശ്വാസം. രാത്രിയും പുലർച്ചെയുമെല്ലാം ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. ഇന്നലെ വൈകിട്ട് മുതൽ മണപ്പുറത്ത് തിരക്കേറി തുടങ്ങിയിരുന്നു. തുടർന്ന് കുംഭമാസത്തിലെ കറുത്തവാവ് ദിനമായ ഇന്നും ചടങ്ങുകൾ തുടർന്നു. 100-ലധികം ബലിത്തറകൾ പെരിയാറിന്റെ തീരത്ത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. 300ഓളം പുരോഹിതർ തർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മിത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി മുല്ലേപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കാർമ്മിത്വം വഹിച്ചത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും 1000 പിതൃബലി തർപ്പണം നടത്തി. ഭക്തർക്ക് സഹായങ്ങളും സേവനങ്ങളുമായി സേവാഭാരതി പ്രവർത്തകരും മുഴുവൻ സമയമുണ്ടായിരുന്നു. 5 സേവാ കേന്ദ്രങ്ങളായിരുന്നു ആലുവയിൽ സജ്ജമാക്കിയത്. ജനം, കൊച്ചി. മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ പരിസമാപ്തിയായി. ശിവരാത്രി നാളിൽ അമൃതസ്നാനത്തോടെയാണ് മഹാകുംഭമേള സമാപിച്ചത്. 66 കോടി ജനങ്ങളാണ് മഹാകുംഭമേളയിലേക്ക് എത്തിയത്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയ്ക്കാണ് പരിസമാപ്തിയായത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള 45 ദിവസം പ്രയാഗ്രാജിൽ സ്നാനം ചെയ്തത് 66 കോടി ജനങ്ങൾ. കുംഭമേളയുടെ സംഘാടകരായ ഉത്തർപ്രദേശ് സർക്കാരാണ് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പുണ്യസ്നാനം ചെയ്ത കുംഭമേളയ്ക്കാണ് ധീർത്ഥനഗരിയായ പ്രയാഗ്രാജ് സാക്ഷിയായത്. കുംഭമേളയ്ക്കെത്തിയവരിൽ ബഹുഭൂരിപക്ഷവും യുവജനങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയം. കുംഭമേളയിലൂടെ 3 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് UP സർക്കാരിന് ലഭിച്ചത്. ജനം, ഡൽഹി. ആയിരങ്ങളെ ആനന്ദലഹരിയിൽ ആറാടിച്ച് ഇഷ ഫൗണ്ടേഷന്റെ മഹാശിവരാത്രി ആഘോഷം. സദ്ഗുരുവിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിലാണ് രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആഘോഷം നടന്നത്. പങ്കെടുത്ത ഓരോരുത്തരെയും ആത്മീയതയുടെ പുത്തൻ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പരിപാടികളായിരുന്നു അരങ്ങേറിയത്. രാവിലെ 6 മണിയോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. സംഗീതവും നൃത്തവും ധ്യാനവും കോർത്തിണക്കി മനസ്സിനെ ആത്മീയ ലഹരിയിൽ ആറാടിച്ച മായാജാലം. ആദിയോഗിയുടെയും സദ്ഗുരുവിന്റെയും സാന്നിധ്യത്തിൽ ശിവമന്ത്രങ്ങളും നാമജപഘോഷങ്ങളും അലയടിച്ച ആഘോഷരാവ് ആയിരങ്ങളെ ആത്മീയതയുടെ പുത്തൻ തലങ്ങളിലേക്ക് ഉയർത്തി.
ശാസ്ത്രവും ആത്മീയതയും ചേർത്ത് വെച്ചതിലൂടെ സാധനയും ധ്യാനവുമൊക്കെ അന്ധവിശ്വാസമല്ലെന്നും അതിൽ ശാസ്ത്രീയ അടിത്തറയുണ്ടെന്നും സദ്ഗുരു തെളിയിച്ചതായി പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ശിവഭഗവാൻ ശാശ്വതമാണെന്ന അറിവ് ലോകത്തിന് പകരാൻ സദ്ഗുരു വഴിയൊരുക്കിയതായും അമിത്ഷാ കൂട്ടിച്ചേർത്തു. आदि योगी के चरणों में प्रणाम करता हूं और मैं आज मनपूर्वक सदगुरु के चरणों में भी प्रणाम कर मेरी बात की शुरुआत करता हूं. ഹിന്ദി മറാഠി സിനിമകളിലെ സംഗീത സംവിധായക ജോഡി അജയ് അതുൽ, പ്രമുഖ ഗുജറാത്തി നാടൻപാട്ട് ഗായകൻ മുക്തിദാൻ ഗാത്വി, ജനപ്രിയ റാപ്പർ പാരഡോക്സ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യയുടെ ജർമ്മൻ മകളെന്ന് വിശേഷിപ്പിച്ച 21-കാരിയായ ഗായിക കാസ്മി തുടങ്ങിയവരുടെ സംഗീത പരിപാടികളും ഡോൾ കലാകാരന്മാരുടെയും തമിഴ്നാട്ടിലെ വാദ്യ കലാകാരന്മാരുടെയും പ്രകടനങ്ങളും വേദിയെ സജീവമാക്കി. സൗണ്ട്സ് ഓഫ് ഇഷയുടെയും ഇഷ സംസ്കൃതിയുടെയും കലാപ്രകടനങ്ങളും കാഴ്ചയുടെ പുത്തൻ അനുഭൂതി തീർത്തു. അർദ്ധരാത്രിയോടെ ഓം നമശിവായ മന്ത്രം ഉരുവിട്ട് സദ്ഗുരു മഹാമന്ത്ര ദീക്ഷ നൽകി. പുലർച്ചെ 3:40 ബ്രഹ്മമുഹൂർത്തത്തിൽ ആത്മീയതയുടെ പരകോടിയിലെത്തിച്ച ശംഭോ ധ്യാനം. ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം എന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. Namaskaram, my name is Anastasia, I'm from Russia. This is my first Mahashivaratri in Isha Yoga Center and I'm so grateful, so happy. This night full of energy, vibrance. My name is Kavita, I am from Delhi. So I am here for the first time for Mahashivratri and I have never experienced Mahashivratri like this ever before. Waking up throughout the night and the energy here is super high. Here I don't think we are going to sleep at all throughout the night. മനസ്സിലും ശരീരത്തിലും ആത്മീയതയുടെ ഊർജം നിറച്ച രാവിന് ശേഷം നിറഞ്ഞ മനസ്സോടെയാണ് ഇവരുടെ മടക്കം. ന്യൂസ് ഡെസ്ക് ജനം.